നമ്മൾ തൊടുപുഴയിൽ നിന്ന് ഈ തൃശ്ശൂർ ജില്ലയിലേക്ക് ഈ മരോട്ടിച്ചാലിലേക്ക് എത്തിയിട്ട് ഏതാണ്ട് ഒരു 33 വർഷക്കാലം ആയി. അന്ന് ഫസ്റ്റ് വന്നത് നമ്മൾ കള്ളായിക്കുന്നിലേക്ക് തന്നെയാണ്. അപ്പം കള്ളായിക്കുന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മരോട്ടിച്ചാൽ എന്ന പറയുന്ന ഗ്രാമത്തിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ആകെയുള്ള ആ സമനിരപ്പിൽ നിന്നും ഒരുപാട് ഉയർന്നിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് കള്ളായിക്കുന്ന്. ഇവിടത്തെ ജനങ്ങൾ തമ്മിൽ ഒരിടത്തുമില്ലാത്തൊരു യോജിപ്പുണ്ട്. എന്തൊരാപത്ത് വന്നാലും കൂട്ടത്തോടെ ഒത്തുചേരും. അപ്പോൾ നമ്മുടെ അംഗൻവാടി പ്രവർത്തനങ്ങളാണെങ്കിലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നു. പോപ്പുലേഷൻ ഇത്തിരി കുറവാണ് കേട്ടോ കൊന്നത്ത്. ഈ ആൺകുട്ടികൾക്കൊക്കെ വിവാഹം നടക്കാതെ ഇരുന്ന ഒരു സാഹചര്യത്തിൽ പെണ്ണ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊന്നത്തുനിന്ന് കുറേ ആൺകുട്ടികളുള്ള കുടുംബങ്ങൾ താഴേക്ക് ഇറങ്ങി വീട് വെച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് മൊത്തത്തിൽ പോപ്പുലേഷൻ ഇത്തിരി കുറവാണ്. അത് കാരണം അംഗൻവാടിയിലെ കുട്ടികളും കുറവാണ്. ഉള്ള കുട്ടികളൊക്കെ വന്നു ചേരും, കുട്ടികൾ കുറവാണ്. അപ്പോൾ അംഗൻവാടിയുടെ തൊട്ട് ചേർന്ന് അംഗൻവാടിക്ക് സ്ഥലം തന്നത് ഒരു പള്ളിക്കാരാണ്, സുറായി പള്ളി എന്നൊക്കെ പറയും. ഇത് ഞാൻ പറഞ്ഞില്ലേ സുറിയാനി സഭയാണോ എന്ന് ഇതുവരെ ഞാൻ എൻ്റെ ഡൗട്ട് തീർത്തില്ല കേട്ടോ. സുറായി പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ആ സുറായി പള്ളിക്കാർ തന്ന സ്ഥലത്താണ് നമ്മൾ അംഗൻവാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ പരിസര പ്രദേശത്തൊന്നും ആൾ താമസമൊന്നുമില്ല, പള്ളി ഭൂമി അധികം കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിയുടെ ഭൂമിയാണെങ്കിൽ പിന്നെ ആരെങ്കിലും വന്നിട്ട് ഒരു വീട് വയ്ക്കാനൊക്കെ സ്ഥലം വാങ്ങി വീട് വെച്ച് അങ്ങനെ ഒരു ആൾ താമസമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷെ ഇത് പള്ളിപ്പറമ്പായത് കാരണം ആരും ആ ഭാഗത്ത് വീട് വെച്ച് താമസിക്കാനും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഒരു 10-75 വർഷം മുമ്പാന്ന് തോന്നുന്നു ഒരച്ഛൻ ഈ പള്ളിപ്പറമ്പിൽ ഒരു ഗുഹയിൽ തപസ്സിരുന്നു. ഭയങ്കര ഇപ്പം തന്നെ നല്ല കാണാം. അപ്പോൾ അന്ന് കാലത്തൊക്കെ എന്താ വഴിയൊക്കെ ഇപ്പം ആളുകളാണ് കയറി കൂടി. അന്ന് വെറുതെ കാടായിരുന്നു, ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ജനവാസ മേഖല ആയതിന് ശേഷമാണ് ഒരു വഴി പോലും വന്നത്. വഴിയില്ല, ഒന്നുമില്ലാതെ ഇപ്പോഴും എന്ത് വൻ മരങ്ങളാണ് നിൽക്കണമെന്നറിയോ. മരങ്ങളുണ്ട് നമുക്ക് പേടിയും. കാറ്റ് മഴയൊക്കെ വരുന്ന സമയത്ത് ആ കഥയൊന്നും പറയണ്ട, അത്ര പേടിച്ച് പറിച്ചിട്ടാണ് അവിടെ കഴിയുന്നത്. അപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെ ഭൂമി ആയത് കാരണം അത് മരം നീക്കം ചെയ്യാൻ ഒത്തിരി തടസ്സങ്ങളുണ്ട്, നൂലാമാലകളുണ്ട്. അത് കാരണം അത് ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ നിൽക്കുക ഇപ്പോൾ തന്നെ. അപ്പോൾ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്നിരിക്കുക. അന്ന് അച്ഛൻ തപസ്സിരുന്ന ഒരു ഗുഹ. പിന്നീട് അച്ഛൻ പ്രായാധിക്യത്താൽ ഇവിടുന്ന് ഇറങ്ങി വേറെ അവരുടേതായ സ്ഥലങ്ങളിലേക്ക് പോയി, പള്ളിയിൽ പോയി. ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഒരു കുരിശും തൊട്ടിയുണ്ട് കേട്ടോ. ആ കുരിശും തൊട്ടിയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് കുറച്ച് ബേബി മെറ്റൽ കൊണ്ടുവന്ന് നിറച്ചത്. അപ്പോൾ ഓരോ വിശ്വാസികൾ വന്ന് അവരവരുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് തിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ഞങ്ങൾ അതിൽ 2 നേരം നടക്കുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കുരിശിന്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ അയ്യുമ്പൊന്ന് ഉള്ള കൈക്കാരന്മാരും അതുപോലെ ഒരച്ഛൻ സ്ഥിരമായിട്ട് വരുമായിരുന്നു. എല്ലാ ദിവസവും ഒരച്ഛൻ വരുമായിരുന്നു. അങ്ങനെ ഒക്കെ അവർ വരുന്ന സമയത്ത് ഇങ്ങനെ പറയും, ഇവിടെ ഒരു ആരാധനാലയം പ്ലസ് ഒരു അനാഥാലയം നടപ്പാകും എന്ന്. അതിതാ ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കേന്ദ്രത്തിൽ നിന്ന് അന്ന് പറയണോ ഇവരുടെ കുറച്ച് ആളുകൾ ആ സഭയുടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ ഫണ്ടൊക്കെ അവരാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വന്നപ്പോഴാണ് ബേബി മെറ്റലൊക്കെ കൊണ്ട് ആ കുരിശു തൊട്ടി മനോഹരമാക്കി. പിന്നെ ഒരു തിരി കത്തിക്കുന്നതിനുള്ള ഒരു നനയാതെ ഉള്ള ഒരു സംവിധാനം അവിടെ ചെയ്തു. പിന്നെ അവിടെ ഒരു ഭണ്ഡാരുണ്ടായിരുന്നു. ഇത് ഞാൻ പറയില്ലേ, വിശ്വാസികൾ അതിൽ പൈസ ഇടും. വിശ്വാസമുള്ളവർ തന്നെ, ആരാ നമുക്കറിയില്ലല്ലോ, വിജനമായി കിടക്കുന്ന പ്രദേശമല്ലേ, അതൊക്കെ കുത്തിപ്പൊളിച്ച് കൊണ്ടുപോയി. ആ ഭണ്ഡാരം കൊണ്ടുപോയി. ഇപ്പോൾ പുതിയതൊരെണ്ണം വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് അംഗൻവാടി വിട്ടു പോകുന്ന വഴിക്ക് പോകുന്ന സമയത്ത് ഞാനത് എടുത്തതാണ്. ഇപ്പോൾ കാടൊക്കെ വീശി ആ ടീം വരണമെന്ന് കണ്ടപ്പോൾ കാടൊക്കെ വീശി നല്ല വൃത്തിയാക്കി ആ പ്രദേശം. അതുകൊണ്ട് തന്നെ എനിക്ക് ഗുഹയൊക്കെ നല്ലപോലെ പിടിക്കാനായിട്ട് പറ്റി. പേടിച്ചാൽ പോയെ. ഒരിക്കൽ പന്നി തട്ടിയിട്ടതാണ്. ആ കഥ ഞാനിവിടെ പറഞ്ഞിട്ടുമുണ്ട്. ഇത്തവണ അതുകൊണ്ട് ഈ ഗുഹയിൽ ആരെങ്കിലും കയറി കിടക്കുന്നുണ്ടോ എന്ന് പേടിച്ചാണ് അങ്ങോട്ട് പോയത്. എന്തായാലും ആരും ഉണ്ടായില്ല. ഭാഗ്യത്തിന് അത് നല്ല രീതിയിൽ പിടിച്ച് എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ.